ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ്, അത് ഏതൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലായി. 5 കിങ്ഡത്തിനകത്ത് വരുന്ന ആദ്യത്തെ 3 കിങ്ഡംസ്, കിങ്ഡം പ്രോട്ടിസ്റ്റ, മൊണീറ, പ്രോട്ടിസ്റ്റ ആൻഡ് ഫഞ്ചി, ഇതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ദ നെക്സ്റ്റ് കിങ്ഡം ഈസ് കിങ്ഡം പ്ലാന്റേ ഓർ പ്ലാന്റ് കിങ്ഡം. ഇതാണ് നിങ്ങൾക്ക് 3rd ചാപ്റ്ററിൽ പഠിക്കുവാനായിട്ടുള്ളത്, ഈസ് പ്ലാന്റ് കിങ്ഡം. Before studying this kingdom, you will have learned about various systems of classification. പല ടാക്സോണമിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ചില ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഈസ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ദിസ് സിസ്റ്റം വാസ് ഗിവൺ ബൈ കാൾസ് ലിനേയസ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാക്സോണമിസ്റ്റ് ആണ് കാൾസ് ലിനേയസ്. ഇദ്ദേഹമാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ട് ഉള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സാണ്. പ്ലാന്റ്സിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ദറ്റ് ഈസ് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, സ്റ്റെമ്മിൻ്റെ നേച്ചർ, റൂട്ടിൻ്റെ നേച്ചർ, ലീഫിൻ്റെ നേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ദർ ഈസ് നോ വെയിറ്റേജ് ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ. Second one is natural system of classification. This system was mainly based on natural affinities among organisms. Organism തമ്മിലുള്ള നാച്ചുറൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓർഗാനിസത്തിൻ്റെ മോർഫോളജി, അനാട്ടമി അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ, എംബ്രിയോളജി, ഇതെല്ലാം ഇതിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഗിവൺ ബൈ 2 ടാക്സോണമിസ്റ്റ്, ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്ക്. ഈ 2 ടാക്സോണമിസ്റ്റാണ് നാച്ചുറൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The third one is phylogenetic system. ഇവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിനും ഒരു കോമൺ ആൻസിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അതനുസരിച്ചാണ് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിനും ഒരു കോമൺ ആൻസിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അതനുസരിച്ചാണ് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് ഈസ് ന്യൂമറിക്കൽ ടാക്സോണമി. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഹിയർ നമ്പേഴ്സ് ആൻഡ് കോഡ്സ് ആർ അസൈൻഡ് ടു ഓൾ ക്യാരക്ടേഴ്സ്. പ്ലാന്റ്സിൻ്റെ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് നമ്പേഴ്സ് അല്ലെങ്കിൽ കോഡ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ ദിസ് ഡേറ്റ ആർ പ്രോസസ്ഡ് ബൈ യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് ന്യൂമറിക്കൽ ടാക്സോണമി. The other is cytotaxonomy. Here classification is based on cytological information like chromosome number, chromosome structure and its behavior. ഇവിടെ സെൽ സ്ട്രക്ചർ ആണ് ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനം. സെൽസിനകത്തുള്ള ക്രോമസോമിൻ്റെ നമ്പർ എത്രയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ബിഹേവിയർ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. The last is chemotaxonomy. Here taxonomists use chemical constituents of the plants in its classification.
പ്ലാന്റ്സിലുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, ഫോർ എക്സാമ്പിൾ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, നിക്കോട്ടിൻ, ടാനിൻ, കഫീൻ, ക്യുനൈൻ, ഇതൊക്കെ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്, കണ്ടൻസുകളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. So these are the different types of classification systems followed by various taxonomists. Okay. Plant kingdom is again divided into 5 divisions. They are algae, bryophyte, pteridophyte, gymnosperms and angiosperms. പ്ലാന്റ് കിങ്ഡത്തിനെ നമ്മൾ 5 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്, pteridophyte, gymnosperms and angiosperms. നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ഓരോ ഡിവിഷനെ പറ്റിയും മനസ്സിലാക്കാനായിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഡിവിഷൻ, ദറ്റ് ഈസ് ആൽഗെ. ആൽഗകൾ എന്നാൽ വെള്ളത്തിൽ വളരുന്ന പായലുകളാണ് ആൽഗകൾ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആൽഗ ഞാൻ പറയാം. നമ്മൾ വീടിൻ്റെ പരിസരത്തൊക്കെ കുളങ്ങളുണ്ടെങ്കിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളം, ചെറിയ കുളങ്ങളോ ചെറിയ ചാലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ പച്ച നിറത്തിൽ ഒരുതരം സിൽക്കി ആയിട്ടുള്ള പായലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പച്ച നിറത്തിലുള്ള നാരുകൾ പോലെയുള്ള പായലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ആൽഗകളാണ്. അപ്പം അത്തരത്തിൽ വെള്ളത്തിൽ കാണപ്പെടുന്ന അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ് ഫോംസുകളാണ് ആൽഗകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. കരയിൽ പായലുകളുണ്ട്. കരയിൽ വളരുന്ന പായലുകൾ ആൽഗകളല്ല. വെള്ളത്തിൽ കാണപ്പെടുന്ന കുളങ്ങളിലും ചെറിയ ചെറിയ കെട്ടിക്കിടക്കുന്ന ചെറിയ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പായലുകളുണ്ട്. പച്ച നിറത്തിലെ നൂലുകൾ പോലെയുള്ള ഗ്രീൻ കളറിലുള്ള ഫോംസുകൾ, അതാണ് ആൽഗകൾ എന്ന് പറയുന്നത്. ഇപ്പം ജനറലായിട്ട് ആൽഗയുടെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ഹാബിറ്റാറ്റ് ആയിരിക്കും. ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്, അതുപോലെ മറൈൻ ഫോംസ്, കടലിൽ കാണപ്പെടുന്ന കടൽ പായലുകളുമുണ്ട്, ഫ്രഷ് വാട്ടറിൽ ശുദ്ധജലത്തിൽ വളരുന്ന പായലുകളുമുണ്ട്. ആൽഗയുടെ പ്ലാന്റ് ബോഡിക്ക് നമ്മൾ പറയുന്ന പേരാണ് താലസ്. ഇറ്റ്സ് പ്ലാന്റ് ബോഡി ഈസ് കാൾഡ് താലസ്. കാരണം സാധാരണ ഒരു പ്ലാന്റ് എടുത്താൽ പ്ലാന്റ്സിൽ വി ക്യാൻ സീ സ്റ്റെം, ലീവ്സ് ആൻഡ് റൂട്ട്സ് അല്ലേ. എന്നാൽ ആൽഗയിൽ there is no such differentiation of stem, leaves and roots. ഇങ്ങനെ സ്റ്റെം, റൂട്ട്, ലീഫ് ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് ആൽഗയിൽ കാണാൻ സാധിക്കില്ല. We can see green photosynthetic undifferentiated plant body, that is thallus. Undifferentiated ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയാണ് താലസ് എന്ന് പറയുന്നത്. അവിടെ റൂട്ട് എന്നോ സ്റ്റെം എന്നോ ലീഫ് എന്നോ ഉള്ള ഒരു ഡിഫറൻസിയേഷൻ ആൽഗി ചെയ്യുന്നുണ്ട്. ഇനി പ്ലാന്റ്സ്, ആൽഗി എന്ന് പറയുന്നത് പ്ലാന്റ് ഫോംസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പിഗ്മെന്റ്സുകളുണ്ട്. മെയിനായിട്ട് ആൽഗയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിലാണ്. മറ്റ് ഹയർ പ്ലാന്റ്സിനെ പോലെ ഇവിടെയും മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിലാണ്. അത് കൂടാതെ പല കളറിലുള്ള പല പിഗ്മെന്റ്സുകളും നമുക്ക് ആൽഗയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. Then the next is its reproduction. Algae exhibit 3 modes of reproduction: vegetative reproduction, asexual reproduction and sexual reproduction. Vegetative reproduction is mainly by means of fragmentation. ആൽഗയുടെ വെജിറ്റേറ്റീവ് ബോഡി എന്ന് പറയുന്നത് താലസ് ആണ്. അപ്പോൾ ഈ താലസ് പല പല സെഗ്മെന്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ ഓരോ സെഗ്മെന്റും പിന്നീട് പുതിയൊരു ആൽഗയായിട്ട് മാറും. Asexual reproduction it is mainly by means of production of asexual spores.
പല തരത്തിലുള്ള എസെക്ഷൽ സ്പോറുകളെ അവ എസെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് സൂസ്പോർ എന്ന് പറയുന്നത്. മോട്ടൈലായിട്ടുള്ള എസെക്ഷൽ സ്പോറാണ് സൂസ്പോർ. അപ്പോൾ ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് ആ സ്പോറിൽ നിന്ന് പുതിയൊരു ആൽഗെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. Then the next one is sexual reproduction. Sexual reproduction സമയത്ത് they produce gametes. Gametes male gamete, female gamete ആ സമയത്ത് ഇവ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ആകെ നോക്കിയാലും 3 തരത്തിലുള്ള ഗാമേറ്റ്സിന്റെ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. They are isogametes, anisogametes and oogametes. Iso means similar. ഒരേപോലെ ഇരിക്കുന്ന ഗാമേറ്റുകളെയാണ് ഐസോഗാമേറ്റ് എന്ന് പറയും. അനൈസോഗ്യാമേറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത സൈസും ഷേപ്പും ആയിരിക്കും. ഊഗ്യാമേറ്റ്സിന്റെ പ്രത്യേകത ഇവിടെ മെയിൽ ഗ്യാമേറ്റ് സ്മോൾ സൈസ് ആയിരിക്കും, മോട്ടൈൽ ആയിരിക്കും. ഫീമെയിൽ ഗ്യാമേറ്റ് ലാർജ് സൈസ് ആയിരിക്കും, നോൺ മോട്ടൈൽ ആയിരിക്കും. അപ്പം അങ്ങനെ 3 തരത്തിലുള്ള ഗ്യാമേറ്റ്സിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ആൽഗയിൽ കാണാൻ സാധിക്കും. അതാണ് ആൽഗയിൽ കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആൽഗയെ പറ്റിയുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, algae can be divided into 3 main classes. ആൽഗയിലുള്ള മേജർ പിഗ്മെന്റ്, ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പിഗ്മെന്റ് ഏതാണ്, അവയുടെ സെൽ വാളിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അവയിലുള്ള ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഫുഡ് എങ്ങനെയുള്ളതാണ്, അവയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആൽഗെ ക്യാൻ ബി ഡിവൈഡ് ഇൻടു 3 മെയിൻ ക്ലാസ്സസ്. ആൽഗെ നമ്മൾ 3 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദേ ആർ ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ഈ 3 ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദ ഫസ്റ്റ് ഈസ് Chlorophyceae. Chlorophyceae is also known as green algae. Chlorophyceae നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഗ്രീൻ ആൽഗെ. കാരണം ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ആൽഗകളാണ് ക്ലോറോഫൈസിയയിലെ മെമ്പേഴ്സ് എല്ലാം. അപ്പോൾ ദേ അപ്പിയർ ഇൻ ഗ്രീൻ ഇൻ കളർ. അതുകൊണ്ടാണ് നമ്മളതിനെ ഗ്രീൻ ആൽഗെ എന്ന് ജനറലായിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ കുളങ്ങളിലൊക്കെ കാണപ്പെടുന്ന പായൽ, അതിൻ്റെ നിറം പച്ച നിറമാണ്, ഗ്രീൻ കളറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഏത് ആൽഗയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഗ്രീൻ ആൽഗയിൽപ്പെട്ട മെമ്പറാണ് കുളങ്ങളിലൊക്കെ കാണപ്പെടുന്ന സ്പൈറോഗൈറ. ഇനി ക്ലോറോഫൈസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യം ക്ലോറോഫൈസിയുടെ ഹാബിറ്റാറ്റ്. ക്ലോറോഫൈസി എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിലും ക്ലോറോഫൈസിയിലുള്ള ഗ്രീൻ ആൽഗയിലെ മെമ്പേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതാണ് സ്പൈറോഗൈറ എന്ന് പറയുന്നത്. അതുപോലെ മറൈൻ ഫോംസുകൾ, കടലിലും ഗ്രീൻ ആൽഗെ കാണപ്പെടുന്നുണ്ട്. ഇനിയും ഗ്രീൻ ആൽഗയുടെ സെൽ വാളിന്റെ പ്രത്യേകത എന്താണ്? സെൽ വാൾ നോക്കിയാൽ വി ക്യാൻ സീ 2 ലേയേർഡ് സെൽ വാൾ. ഗ്രീൻ ആൽഗയ്ക്ക് 2 ലെയർ ഉള്ള സെൽ വാളാണുള്ളത്. ഔട്ടർ വാൾ ഈസ് ഫോംഡ് ഓഫ് പെക്ടോസ്. ഔട്ടർ വാൾ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള ഒരു വാളാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് പെക്ടോസ് ആണ്. ആൻഡ് ദ ഇന്നർ വാൾ ഈസ് വെരി തിൻ ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ടുള്ള സെൽ വാളാണ് ഇന്നർ വാൾ എന്ന് പറയുന്നത്. ഇനി ഗ്രീൻ ആൽഗയിലുള്ള പിഗ്മെന്റ്സുകൾ, ഗ്രീൻ ആൽഗയിലുള്ള ഡൊമിനന്റ് പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആണ്. അതുകൊണ്ടാണ് ഗ്രീൻ കളറായിട്ട് അത് കാണപ്പെടുന്നത്. മേജറായിട്ടുള്ള ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ്. ക്ലോറോഫിൽ പിഗ്മെന്റ് തന്നെ പലതരമുണ്ട്. അതിൽ തന്നെ ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി, ഇതാണ് മെയിനായിട്ട് ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയുമാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഈ പ്ലാന്റ് പിഗ്മെന്റ്സുകളൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ ഓർഗനലിന് ഉള്ളിലായിട്ടാണ്. നമ്മൾ പല സെൽ ഓർഗനൽസുകൾ, ഇപ്പോൾ സെൽ സ്ട്രക്ചർ പഠിപ്പിച്ചപ്പം സോളജിയിൽ നിങ്ങൾക്ക് പഠിച്ചു കാണും. സെല്ലിനകത്ത് ഗോൾഗി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, അല്ലെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസൈം, റൈബോസോം, ഇങ്ങനെ ഒരുപാട് സെൽ ഓർഗനലുണ്ട്. അതുപോലെയുള്ള പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സെൽ
ഉള്ളിലായിട്ടാണ് ഈ പ്ലാന്റ് പിഗ്മെന്റ്സുകളൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ക്ലോറോഫൈസിയുടെ മറ്റൊരു പ്രത്യേകത, ഓരോ തരത്തിലുള്ള ഗ്രീൻ ആൽഗയിലും ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ ക്ലാമിഡോമോണാസ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ക്ലാമിഡോമോണാസ്, അത് ഗ്രീൻ ആൽഗയിലെ മെമ്പറാണ്. അപ്പോൾ ഈ അതിനകത്ത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കപ്പ് ഷേപ്പാണ്. അതുപോലെ സ്പൈറോഗൈറ ഗ്രീൻ ആൽഗയിലെ മെമ്പറാണ്. അതിനകത്ത് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു റിബൺ ഷേപ്പായിരിക്കും. അപ്പം അങ്ങനെ പല ഷേപ്പിലായിട്ട് ക്ലോറോപ്ലാസ്റ്റ് ഓരോ ഗ്രീൻ ആൽഗയിലും കാണപ്പെടുന്നു. ഇനി ഗ്രീൻ ആൽഗയിലെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, സ്റ്റോറേജ് ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ ഒരു ഭാഗം ഫുഡ് എനർജി അവയുടെ മെറ്റബോളിക് പ്രോസസ്സിന് യൂസ് ചെയ്യും. ബാക്കി വരുന്ന ഫുഡ് പല ഫോംസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്, ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ എന്നുള്ള ഫോമിലാണ്. അതുപോലെ ഇവിടെ ഗ്രീൻ ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാണ്? സ്റ്റാർച്ച് ആയിട്ടാണ്. ഇനി ഈ സ്റ്റാർച്ച് സ്റ്റോറിങ് ബോഡീസിനെയാണ് പൈറിനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ പൈറിനോയിഡ്സിനുള്ളിലായിട്ടാണ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഗ്രീൻ ആൽഗയുടെ ഫീച്ചേഴ്സ് ആണ്. ഇനി ഗ്രീൻ ആൽഗയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ. Here also green algae exhibit 3 modes of reproduction. Vegetative reproduction mainly by means of fragmentation. Asexual reproduction is by means of production of zoospores. Motile ആയിട്ടുള്ള asexual സ്പോറുകളെയാണ് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് zoospore. And during sexual reproduction they produce these 3 types of gametes. ഐസോഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചില മെമ്പേഴ്സുകൾ അനൈസോഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചില മെമ്പേഴ്സുകൾ ഊഗ്യാമേറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ക്ലോറോഫൈസിയയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ. ഇത് ഇത്രയും ഓർത്തിരിക്കണം. ഇപ്പോൾ ക്ലോറോഫൈസിയയിൽ വരുന്ന പല മെമ്പേഴ്സുകൾ ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. യൂണിസെല്ലുലാർ ആയിട്ടുള്ള മെമ്പേഴ്സുകൾ വരുന്നത് ക്ലോറോഫൈസിയയിലാണ്. ക്ലാമിഡോമോണാസ്, അതുപോലെ ക്ലോറല, ഇതൊക്കെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള മെമ്പേഴ്സാണ്. അത് ഗ്രീൻ ആൽഗയിൽ വരുന്നതാണ്. അതുപോലെ ഫിലമെന്റസ് ആയിട്ടുള്ള ഫോംസ് ആണ് സ്പൈറോഗൈറ, അതും ഗ്രീൻ ആൽഗയിലെ മെമ്പറാണ്. കോളനി ആയിട്ട് കാണപ്പെടുന്ന വോൾവോക്സ് ഗ്രീൻ ആൽഗയുടെ മെമ്പറാണ്. അപ്പം അങ്ങനെ പല ഫോംസിൽ നമുക്ക് ഗ്രീൻ ആൽഗ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രീൻ ആൽഗ പഠിക്കുമ്പോൾ ഇത്രയും പോയിന്റ്സുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ ഹാബിറ്റാറ്റ് എവിടെയാണ്, സെൽവാളിൻ്റെ പ്രത്യേകത, അതിൽ കാണപ്പെടുന്ന മെയിൻ പിഗ്മെന്റ്സ് ഏതാണ്, അതിൽ സ്റ്റോറേജ് ഫുഡ് ഏതാണ്, അവർ എക്സിബിറ്റ് ചെയ്യുന്ന റീപ്രൊഡക്ഷൻ, ഇത് ഇത്രയും നിങ്ങൾ ക്ലോറോഫൈസ്. The next class is Phaeophyceae. It is commonly called brown algae. ഈ ആൽഗയുടെ നിറം പറഞ്ഞാൽ ബ്രൗൺ കളറാണ്. ഇനി ഇവയുടെ ഹാബിറ്റാറ്റ് നോക്കിയാൽ ഇവ എല്ലാ ഫോംസുകളും മറൈൻ ഫോംസാണ്. ഈ ബ്രൗൺ ആൽഗെ പല ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Is a few members are branched and filamentous. For example, Ectocarpus. ചില ആൽഗയിലാണെങ്കിൽ വളരെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള താലസാണ് ഉള്ളവയ്ക്കുള്ളത്. ഫോർ എക്സാമ്പിൾ ലാമിനാറിൻ. ആൻഡ് സം ഓഫ് ദം ആർ ഫ്രീ ഫ്ലോട്ടിംഗ് ടൈപ്സ്, ദാറ്റ് ഈസ് സർഗാസം. വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്ന ആൽഗകളാണ് സർഗാസം എന്ന് പറയുന്നത്. ഇത് വളരെ മാസ്സായിട്ട് ബൾക്കായിട്ട് കടലിൽ ലാർജ് ഏരിയ കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു ആൽഗയാണ് സർഗാസം എന്ന് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലൊക്കെ ഒരു വളരെ ലാർജ് ഏരിയ, വാസ്റ്റ് ഏരിയ സർഗാസം കൊണ്ട് കവർ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ റീജിയനെ നമ്മൾ സർഗാസോ സീ എന്നറിയപ്പെടും. ഇനി ഇതിൻ്റെ താലസ് നോക്കിയാൽ ബ്രൗൺ ആൽഗയിലെ താലസ് എന്ന് പറഞ്ഞിട്ട് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 റീജിയൻസ്: ഹോൾഡ് ഫാസ്റ്റ്, ടൈപ്പ് ആൻഡ് ഫ്രോണ്ട്. ഇതെന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയിലെ ഒരു ആൽഗയാണ്. അപ്പോൾ ഈ ആൽഗയിൽ നോക്കിയാൽ ആൽഗയെ 3 ഭാഗങ്ങളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ബേസൽ റീജിയൻ എന്ന് പറഞ്ഞാൽ റോക്സിലൊക്കെ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ട് ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ഹോൾഡ് ഫാസ്റ്റ്.
ഇത് സബ്സ്ട്രേറ്റത്തിലൊക്കെ അറ്റാച്ച് ചെയ്ത് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു റീജിയനാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ സ്മോൾ സ്റ്റോക്ക് ലൈക്ക് പോർഷൻ ദാറ്റ് ഈസ് ദ സ്റ്റൈൽ ആൻഡ് എ flattened photosynthetic region, leaf-like region, that is the frond. ഇങ്ങനെ 3 റീജിയനായിട്ട് താലസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലോറോഫൈസിയേക്കാളും അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള താലസ് ആണ് നമുക്ക് ബ്രൗൺ ആൽഗയിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അതിൻ്റെ സെൽവാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ സെല്ലുലോസ് സെൽ വാൾ. ഈ സെൽ വാളിന് പുറമേ ആയിട്ട് വി ക്യാൻ സീ എ ജെലാറ്റിനസ് കോട്ടിംഗ്. ഇറ്റ് ഈസ് ആൽജിൻ. ഈ ജെലാറ്റിനസ് കോട്ടിംഗ് ഉള്ളത് കൊണ്ട് ഇറ്റ് പ്രിവെൻറ്റ്സ് ഡ്രൈയിങ് ഓഫ് പ്ലാന്റ് ഡ്യൂറിങ് ലോ ടൈഡ് ആൻഡ് ഓൾസോ പ്രൊട്ടക്ട് ദം. പാറകളിലൊക്കെ തട്ടി പ്ലാന്റ് ബോഡി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ്, ഒരു ജെലാറ്റിനസ് കോട്ടിംഗ് ആണ് ആൽജിൻ എന്ന് പറയുന്നത്. സെൽവാളിന് പുറമേ, സെല്ലുലോസ് സെൽവാളിന് പുറമേ ആയിട്ടുള്ള ജെലാറ്റിനസ് കോട്ടിംഗ് ആണ് ആൽജിൻ. അപ്പോൾ അതാണ് അതിൻ്റെ സെൽവാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് പിഗ്മെൻറ്റ്. ബ്രൗൺ ആൽഗയുടെ മെയിൻ ഡോമിനൻറ്റ് പിഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രൗൺ കളേർഡ് പിഗ്മെൻറ്റ് ദാറ്റ് ഈസ് ഫ്യൂക്കോസാന്തിൻ. ബ്രൗൺ ആൽഗയ്ക്ക് ബ്രൗൺ കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ് ഫ്യൂക്കോസാന്തിൻ. ഇൻ അഡീഷൻ ടു ദിസ് ആണ് ഫ്യൂക്കോസാന്തിൻ. ഇൻ അഡീഷൻ ടു ദിസ് പിഗ്മെൻറ്റ് വി ക്യാൻ സീ ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ സി. അപ്പോൾ ഇതൊക്കെയാണ് ബ്രൗൺ ആൽഗയിൽ കാണപ്പെടുന്ന മെയിൻ പിഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ബ്രൗൺ ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് ഈസ് 2 ഫോമിലായിട്ട് ബ്രൗൺ ആൽഗ ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എയ്തർ ഇൻ ദ ഫോം ഓഫ് ലാമിനാറിൻ ഓർ ഇൻ ദ ഫോം ഓഫ് മാനിറ്റോൾ. ഇത് രണ്ടും ബ്രൗൺ ആൽഗ സ്റ്റോർ ചെയ്യുന്ന ഫുഡാണ്, ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ. കാർബോഹൈഡ്രേറ്റിൻ്റെ 2 വ്യത്യസ്ത ഫോംസുകളാണ് ലാമിനാറിനും മാനിറ്റോളും. ഈ 2 ഫോമിലായിട്ടാണ് ബ്രൗൺ ആൽഗ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിൻ്റെ റീപ്രൊഡക്ഷൻ നോക്കിയാൽ ഹിയർ ഓൾസോ വി ക്യാൻ സീ 3 ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ: വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, asexual reproduction and sexual reproduction. During asexual reproduction they produce motile spores, asexual spores, that is zoospores. In brown algae zoospore പ്രത്യേകത ഇറ്റ് ഈസ് പിയർ ഷേപ്ഡ് ആൻഡ് ബൈഫ്ലജെല്ലേറ്റഡ്. അൺഈക്വൽ ഫ്ലജെല്ല ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു പയർ വിത്തിൻ്റെ ആകൃതി പിയർ ഷേപ്പ് ആയിരിക്കും. ഇതിൻ്റെ ലാറ്ററൽ സൈഡിൽ നിന്നായിരിക്കും ഫ്ലജെല്ല ഒറിജിനേറ്റ് ചെയ്യുന്നത്. 2 ഫ്ലജെല്ല ഉണ്ടായിരിക്കും, അൺഈക്വൽ ലെങ്ത് ഉള്ള 2 ഫ്ലജെല്ല. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഇറ്റ്സ് ലാറ്ററൽ സൈഡ്. അതാണ് സൂസ്പോറിൻ്റെ പ്രത്യേകത. സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് ദേ പ്രൊഡ്യൂസ് ഗ്യാമേറ്റ്സ്. ഇവിടെ ഗ്യാമേറ്റ്സിൻ്റെ ഷേപ്പും ബൈഫ്ലജെല്ലയുടെ ആയിരിക്കും, പിയർ ഷേപ്പ് ആയിരിക്കും. ഇതേപോലെയുള്ള ഷേപ്പിലുള്ള ഗ്യാമേറ്റ്സുകളെ ആയിരിക്കും ബ്രൗൺ ആൽഗ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് ബ്രൗൺ ആൽഗയുടെ പ്രത്യേകത. ബ്രൗൺ ആൽഗ പഠിക്കുമ്പോൾ അതിൻ്റെ സെൽവാളിൻ്റെ പ്രത്യേകത ഓർത്തിരിക്കണം. അതിലുള്ള മെയിൻ പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ഫുഡിൻ്റെ സ്റ്റോർഡ് ഫുഡ് ഏതാണ്. Third class is Rhodophyceae. It is commonly called red algae. റെഡ് കളറിൽ കാണപ്പെടുന്ന ആൽഗകളാണ് റോഡോഫൈസിയെ. ഇവിടെ റെഡ് ആൽഗകളെല്ലാം തന്നെ മറൈൻ ഫോംസ് ആണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കടലിൻ്റെ വളരെ ആഴമുള്ള സ്ഥലങ്ങളിൽ പോലും ജീവിക്കാൻ സാധിക്കുന്ന ഫോംസുകളാണ് റെഡ് ആൽഗ എന്ന് പറയുന്നത്. ഇനി ഇവിടെ സെൽവാളിൻ്റെ പ്രത്യേകത, here the cell wall is made of pectin and cellulose. ഈ 2 കമ്പോണൻ്റ് കൊണ്ടാണ് റെഡ് ആൽഗയുടെ സെൽ വാൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള മേജർ പിഗ്മെൻറ്റ്, ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പിഗ്മെൻ്റ് എന്ന് പറയുന്നത് റെഡ് കളേർഡ് ആയിട്ടുള്ള പിഗ്മെൻ്റ് ആണ്. ആ റെഡ് കളേർഡ് പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഫൈക്കോ എറിത്രിൻ. നമ്മുടെ എറിത്രോസൈറ്റ്സ്, നമ്മുടെ റെഡ് ബ്ലഡ് RBC റെഡ് ബ്ലഡ് സെൽസുകൾക്ക് പറയുന്ന പേരാണ് എറിത്രോസൈറ്റ്. കാരണം അതിൻ്റെ കളർ എന്താണ്, റെഡ് ആണ്. അപ്പോൾ ഇവിടെയും എറിത്രിൻ എന്ന് പറയാൻ കാരണം റെഡ് കളർ ആയതുകൊണ്ടാണ്. ഫൈക്കോ എന്ന് പറഞ്ഞാൽ ആൽഗയെ സൂചിപ്പിക്കുന്ന വേർഡാണ് ഫൈക്കോ. അപ്പോൾ ആൽഗയിലുള്ള റെഡ് പിഗ്മെൻ്റ് ആണ് ഫൈക്കോ എറിത്രിൻ. ഇത് കൂടാതെ ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ഡിയും ഉണ്ട്. അപ്പോൾ ഇതാണ് റെഡ് ആൽഗയിലുള്ള മെയിൻ പിഗ്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത്. ഈ റെഡ് ആൽഗ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്.
റെഡ് ആൽഗയുടെ സ്റ്റോർഡ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, കൂടുതലായിട്ടും കോമൺ ആയിട്ട് എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനുമാണ്. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇവ സ്പോർട്സുകളെ പ്രൊഡ്യൂസ് ചെയ്യും, സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് ഗ്യാമേറ്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ റെഡ് ആൽഗയുടെ ഒരു പ്രത്യേകത, സെക്ഷൽ റീപ്രൊഡക്ഷന് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സുകൾ നോൺ മോട്ടൈൽ ആയിരിക്കും. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സുകളും നോൺ മോട്ടൈൽ ആണ്. അതായത് ഇവിടെ ഫ്ലജല്ലേറ്റഡ് ഫോംസ് എന്ന് പറഞ്ഞിട്ട് ഈസ് ടോട്ടലി ആബ്സെന്റ് ഇൻ റെഡ് ആൽഗെ. അത് ഓർത്തിരിക്കണം. റെഡ് ആൽഗയിൽ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സ്പോറുകളോ ഗ്യാമേറ്റ്സുകളോ ഫോം ചെയ്യുന്നില്ല. സ്പോറും നോൺ മോട്ടൈൽ ആയിരിക്കും, ഗ്യാമേറ്റ്സുകളും നോൺ മോട്ടൈൽ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് റെഡ് ആൽഗയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് ആൽഗയുടെ 3 മെയിൻ ക്ലാസ്സുകൾ. ഏതൊക്കെയാണ്? ക്ലോറോഫൈസിയെ ഓർ ഗ്രീൻ ആൽഗ, രണ്ടാമത്തത് ഫെയോഫൈസിയെ ഓർ ബ്രൗൺ ആൽഗെ, മൂന്നാമത്തത് റോഡോഫൈസിയെ ഓർ റെഡ് ആൽഗെ. ഇത്രയുമാണ് ആൽഗയുടെ 3 ക്ലാസ്സുകൾ. ഓക്കെ, ഇനി ആൽഗയുടെ പൊതുവായിട്ടുള്ള ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ പ്ലാന്റ് ഗ്രൂപ്പ്സിനും 2 ഫേസുകളുണ്ട് അല്ലേ? ഹാപ്ലോയിഡ് ഫേസിനെ നമ്മൾ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയും, ഡിപ്ലോയിഡ് ഫേസിനെ സ്പോറോഫൈറ്റ് എന്ന് പറയും. ആണല്ലോ, ഗ്യാമറ്റോഫൈറ്റ് ഗ്യാമേറ്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യും, സ്പോറോഫൈറ്റ് സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ 2 ഫേസും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഇവിടെ നമ്മൾ ആൽഗയുടെ ലൈഫ് സൈക്കിൾ നോക്കിയാൽ ആൽഗയുടെ പ്രത്യേകത, ആൽഗെ നമ്മൾ കാണുന്ന പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് ആണ്. അപ്പോൾ ആൽഗയുടെ പ്ലാന്റ് ബോഡിക്കാണ് നമ്മൾ താലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ താലസ് എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഗെ ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് ആയതുകൊണ്ടാണ് നമ്മളതിനെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ആൽഗയുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. സോ ഇറ്റ് ഈസ് കാൾഡ് ഗ്യാമറ്റോഫൈറ്റ്. ഈ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള താലസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് മെയിൽ ഗ്യാമേറ്റ്സിനെയും ഫീമെയിൽ ഗ്യാമേറ്റ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാമേറ്റ്സുകൾ ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഇനി ഈ ഗ്യാമേറ്റ്സുകൾ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണ്? സൈഗോട്ടാണ്. സൈഗോട്ട് ഗ്യാമേറ്റ്സുകൾ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്ലോയിഡ്. എപ്പോഴും എന്തായിരിക്കും? അത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനി ഈ സൈഗോട്ടിൽ നിന്നാണ് പ്ലാന്റ്സിൽ അടുത്ത ഫേസ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? സ്പോറോഫൈറ്റ് അല്ലേ? പിന്നീട് ആ സ്പോറോഫൈറ്റ് സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ് ഗ്രൂപ്പ്സിൽ ആൽഗയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ആൽഗയിൽ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി റെഡ്യൂസ്ഡ്. സ്പോറോഫൈറ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് റെഡ്യൂസ്ഡ്